വീഡിയോ എടുക്കാടി നടക്കുന്നുണ്ട് കേട്ടോ. വിജയനൊരു കഥാപാത്രമാണ്. അല്പസമയത്തിനകം തന്നെ നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ. എന്നാൽ നമുക്കറിയാം, തന്റെ സർവീസ് ജീവിതത്തിന് ശേഷം ശ്രീ ഹേമചന്ദ്രൻ IPSന് തീർച്ചയായും പറയുവാനുണ്ടാകും. സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെടുന്ന ഇഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സർവീസ് ടു ഹ്യൂമാനിറ്റി, ഒരുപക്ഷെ അത്തരം ഒരു ആമുഖം. രണ്ടാം ഭാഗമായി അധികാരത്തിന്റെ വഴി അനീതിയുടെയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഇന്ന് ഈ ചടങ്ങിന് ഇന്ന് പുസ്തകം പ്രകാശിപ്പിക്കാൻ എത്തിയിട്ടുള്ള എഴുത്തുകാരൻ, ഒരു കാലത്ത് പ്രസാധകൻ, അതുപോലെ നല്ലൊരു വായനക്കാരൻ, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ അധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിഷയമാകുന്ന അധികാരത്തിന്റെ വഴി അനീതിയുടെയും എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനാണ് ഇനി ഈ വേദി നേരിട്ട് കണ്ടറിഞ്ഞ ശ്രീമതി ബിന്ദു നെടുമങ്ങാടാണ്. ഏറെ സ്നേഹത്തോടെ ശ്രീമതി ബിന്ദുവിനെയും ഒപ്പം പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ശ്രീ ഹേമചന്ദ്രൻ സാറിനെയും വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഈ പുസ്തക പ്രകാശനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയടിയോടെ നമുക്കും ഈ പ്രകാശന ചടങ്ങിൽ ഭാഗമാകാം. അധികാരത്തിന്റെ വഴി അനീതിയുടെയും എന്ന പുസ്തകം ഇവിടെ ഈ വേദിയിൽ ഇതാ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്തതായി നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുവാനും പുസ്തകത്തിന് ആശംസകൾ നേരുവാനുമായി ശ്രീ രമേശ് ചെന്നിത്തല അവരെ സാദരം ക്ഷണിക്കുന്നു. തന്റെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ അടർത്തിയെടുത്ത് സർവീസ് അനുഭവങ്ങൾ, അത് അധികാരത്തിന്റെ വഴി അനീതിയുടെയും എന്ന പുസ്തകം രചിച്ച പ്രിയപ്പെട്ട CA ഹേമചന്ദ്രൻ IPS, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ നീതി നിഷേധിക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരിയായ ശ്രീമതി മഞ്ജു, ബിന്ദു, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തകം ശ്രീമതി ബിന്ദുവിന് നൽകിക്കൊണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഇവിടെ നിൽക്കുന്നത്. ശ്രീ ഹേമചന്ദ്രൻ IPS കേരള പോലീസിലെ ഏറ്റവും റോൾ മോഡലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ചുമതല നൽകിയത്. ആ 2.5 വർഷക്കാലം ഏറ്റവും ഭംഗിയായി ആഭ്യന്തര വകുപ്പ് എനിക്ക് നയിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ ശ്രീ ഹേമചന്ദ്രൻ്റെ ബുദ്ധിയും ശക്തിയും കാഴ്ചപ്പാടും നിലപാടുകളും ഉണ്ടായിരുന്നു എന്നത് വളരെ സത്യസന്ധമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പോലീസിന്റെ അഡ്വൈസറായി അദ്ദേഹത്തെ നിയമിക്കാനുള്ള തീരുമാനം എടുത്തത്. ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞത്, എനിക്ക് 1 രൂപ പോലും ശമ്പളം ആവശ്യമില്ല, എനിക്ക് പ്രത്യേക ഓഫീസ് ആവശ്യമില്ല, മറ്റൊരു പാലഭന്യാസവും എനിക്ക് ആവശ്യമില്ല എന്നാണ് എന്നോട്. സാധാരണഗതിയിൽ ആരും അങ്ങനെ പറയാറില്ല. റിട്ടയർ ചെയ്താലും ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരാളും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി എൻ്റെ പൊതുജീവിതത്തിൽ എനിക്ക് അനുഭവമില്ല. എന്നാൽ അത് കാർക്കശ്യത്തോട് നമ്മളോട് പറയാറുണ്ട്. അത് നമുക്ക് നല്ലതാണ്. കാരണം നമ്മളൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാം സർവജ്ഞ വീട് കയറിയ
എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പോലീസുകാരനാണ്. അയാൾ ആ ശബ്ദം കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യണം ആരാണ് പ്രതി എന്നുള്ളത്. ആ ശബ്ദം കേട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരല്ല, ഒരു ചെറിയ പോലീസുകാരൻ. അപ്പം സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട് എന്നുള്ളതൊരു തെളിവാണ് ഞാനിവിടെ. അങ്ങനെ ഞാൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇതിൽ ഏറ്റവും നന്നായി മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ നോവലും ഞാൻ അവിടെ അപ്പം ബെസ്റ്റ് സെല്ലറായി ഇത് മാറും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവരും ഒരു മുഹൂർത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകം കേരളത്തിൻ്റെ മനുഷ്യാവകാശ ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ ഒക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം, ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. കാരണം കേരള പോലീസിനുള്ളിൽ നിന്ന് ഇത്രയും നിശ്ചിതമായി, ഇത്രയും ആർജവത്തോടെ, ഇത്രയും സത്യസന്ധമായി ഒരു ആത്മപരിശോധന, ഒരു ആത്മവിമർശനം ഇതുവരെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ വഴിയിൽ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഇത്രയും സത്യം, ഇത്രയും കൈപ്പേറിയ അല്ലെങ്കിൽ ഇരുണ്ട സത്യങ്ങൾ വിളിച്ചു പറയുന്നത്, ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു അപൂർവ സംഭവമായിരിക്കുന്നു. ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട അവിടെ 1980 പോലീസ് ഭരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സമീപകാലത്ത് വിരുദ്ധമാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള സംഭവങ്ങൾ. രാഷ്ട്രീയ, സാമ്പത്തിക, ഉദ്യോഗസ്ഥ സ്വാധീനമുള്ള സ്ത്രീ പീഡകന്റെ മുന്നിൽ നിയമം നിശ്ചലമാകുന്നു. ഇത് 123 വർഷത്തിന് ശേഷമുള്ള സംഭവമാണ്. നിശ്ചലമാകുന്നു. ദുർബലനായ മനുഷ്യൻ നിരപരാധിത്വം തെളിയിക്കാനാകാതെ നിയമക്കുരുക്കിൽപ്പെട്ട് പിടയുന്നു. നിയമം പ്രതിയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു. മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അധികാര ശക്തികളുടെ പ്രതികാര നടപടികൾക്കിരയാകുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ അവഗണിക്കുക വയ്യ. അപ്രിയ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ട് കേരള പോലീസ് എന്ന് കേട്ട ഉടനെ തിളയ്ക്കുന്ന ചോര എൻ്റെ ഞരമ്പുകളിൽ ഓടുന്നില്ല. ഇത് 2025-ലോ 20-കളിലോ ഉള്ള കേരള പോലീസിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള സത്യസന്ധമായ ഒരു ഏറ്റുപറച്ചിലാണ്. അധികാരം കയ്യിലുള്ളവർക്ക് ആർക്കും അതിനെ വിട്ടുകളയാനാണ്. മൂന്നാമത്തെ ഇതിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയാണ്. വാസ്തവത്തിൽ ഏറ്റവും അധികം സമീപകാലത്ത് വില ഇടിഞ്ഞു പോകുന്ന ഒരു ഗുണമാണ് നിഷ്പക്ഷത എന്ന് പത്രപ്രവർത്തകർ എനിക്കറിയാം. കാരണം പത്രപ്രവർത്തകർ നിഷ്പക്ഷരായാൽ അവർക്ക് വിലയില്ലാതായി, അവർ പക്ഷപാതികളാകണം എന്നാണ്. ഉദ്യോഗസ്ഥർ പക്ഷപാതികളായേ കഴിയൂ. കാരണം ഉദ്യോഗസ്ഥർ പക്ഷപാതികളായില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. അദ്ദേഹം ഒരുപാട് പേരെ വിമർശിക്കുന്നുണ്ട്. ഇതിന്റെ രസതന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ MD രാധാകൃഷ്ണൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, ഞാൻ ഈ സദസ്സിൽ ഒരു വലിയ സാന്നിധ്യമായി ഇവിടെയുള്ള ശ്രീമതി ബിന്ദു, അവരുടെ സാന്നിധ്യമാണ് ഈ ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം പ്രതീകവൽക്കരിച്ച് അവതരിപ്പിക്കുന്നത്. ഇന്ന് സത്യത്തിൽ ഒരു ഞെട്ടലിൻ്റെ ദിവസമാണ്. 3 ഞെട്ടലുകളുടെ ആഘാതത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു ഞെട്ടലിലാണ്. അത് സ്വകാര്യമായി വീട്ടിൽ സംഭവിച്ചതാണ്. രാവിലെ ഒരു ഡോർ ബെല്ലടിച്ചപ്പോ ഞാൻ അല്പം തിരക്കിലായിരുന്നു. ആരാണിയ ആ സമയത്ത് അതിനിടയിൽ വന്നത് എന്നൊരല്പം അക്ഷമയോടെ പോയി ഞാൻ ഡോർ തുറക്കുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ബോംബെയിൽ നിന്ന് എൻ്റെ മകൻ അവിടെ തികച്ചും അത് അമ്മയും
അവൻ്റെ ഭാര്യ ഇവിടെ നടത്തിയൊരു ഗൂഢാലോചനയായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ നേട്ടം. എനിക്ക് ഏതാണ്ട് 1991 മുതൽ SP ആയി പോകുന്ന അവസരത്തിൽ അന്ന് അദ്ദേഹം കോട്ടയം MP ആണെങ്കിലും ഈ ആലപ്പുഴയുടെ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഹരിപ്പാട് എന്ന നിലയിൽ സജീവമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഘട്ടങ്ങൾ ഒരുപാടുണ്ട്, അതിൽ സംശയമില്ല. കടന്നു ചെന്നപ്പോൾ എനിക്ക് തോന്നിയ, അനുഭവപ്പെട്ട, ബോധ്യപ്പെട്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയിൽ ഒന്നാമത് എന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ അതിനേക്കാളൊക്കെ വലിയ തലത്തിൽ എത്തുവാനുള്ള, ലോകത്തെ ഏറ്റവും ഉത്തമ മാതൃകയായി മാറുവാനുള്ള ഒരു സാമൂഹ്യമായ അവസ്ഥ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അഭിമാന ചിന്ത. ഈ പുസ്തകത്തെ സംബന്ധിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും എന്നറിയാം. തുടർന്ന് വരുന്ന പുസ്തക ചർച്ചകളിലേക്കായി ആ ചോദ്യങ്ങളൊക്കെയും കരുതി വെക്കുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത വ്യക്തികൾക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർമ്മ. മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഓർഡർ സൈൻ ചെയ്ത് വാങ്ങുവാനുള്ള ഒരു അവസരം ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കുമുണ്ട്. പ്രിയപ്പെട്ടവർ ആ അവസരം പാഴാക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഒരു ഫോട്ടോ എടുത്തു. പേര് പേരെന്താ പറഞ്ഞു? ബിന്ദു. പേരെന്ന് അറിയാം, ഞാൻ വെറുതെ ചോദിക്കാനായിട്ട് കാണിച്ചതന്നേ ഉള്ളൂ കേട്ടോ. അവൻ വന്നതിന്റെ ഇത് കാരണം അങ്ങോട്ട് നോക്കാം. അവൻ പാവൻ. ആളിൻ്റെ കൂട്ടത്തിൽ ഇത്രയും വെളിയിലായി എത്തിയോ? ഉണ്ട് സാർ. ഇത് എത്ര നാളുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്? ഏതോ പല പ്രാവശ്യമായിട്ട് എഴുതിയതാ. ഓക്കെ, പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു സാർ. സ്ഥിരം ഇത് റെക്കോർഡിംഗ് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. നോക്കിയോളൂ കറക്റ്റ് തന്നെ വീഡിയോ. ഞാൻ എല്ലാ ഡീറ്റെയിൽസ് എന്നിട്ടേ പോവുള്ളൂ. പേര് ഞാൻ സ്വന്തമായിട്ട് ചാനലുണ്ട്. പുസ്തക പ്രവചനം ഷൂട്ട് ചെയ്ത ആളാണ്. വീഡിയോ ഓണാണല്ലോ. ഒരു ഫോട്ടോ, ഒരു മിനിറ്റ്. ഇതേ അതിലോട്ട് നോക്കിക്കോളാം, വായിക്കില്ല. കാണാല്ലേ, എന്നെ കാണാല്ലേ? ഓ, സ്റ്റഡിയായിട്ട് പിടിച്ചോ, സ്റ്റഡിയായിട്ട് പിടിച്ചോ.